ഇയാൾ നിരന്തരം ഈ ആവശ്യം കൃതികയോട് പറയുന്നു, പക്ഷേ കൃതിക സമ്മതിക്കുന്നില്ലല്ലോ. നിരന്തരം ഇയാൾ ഇത് പറഞ്ഞിട്ട് കൃതികയെ ഉപദ്രവിക്കും, മർദ്ദിക്കും. അപ്പോൾ അതങ്ങനെ നിൽക്കുന്നു. മറ്റൊന്ന്, ഇയാൾക്ക് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുണ്ട്. പിന്നെ ഈ കൃതികയ്ക്ക് നേരത്തെ ചില അസുഖങ്ങളുണ്ടായിരുന്നു. അത് ഈ കല്യാണ സമയത്ത് അവരത് പറഞ്ഞില്ല. അപ്പോൾ ആ അസുഖം, രോഗിയായ ഒരാളെയാണ് തൻ്റെ തലയിൽ കെട്ടിവെച്ചത് എന്നുള്ളൊരു ചിന്ത ഇയാൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നീട് ഇയാൾ മനസ്സിലാക്കുകയാണ് തൻ്റെ ഭാര്യയ്ക്ക് രോഗമുണ്ട്, രോഗാവസ്ഥയിലുള്ള ഒരു യുവതിയാണ് തൻ്റെ ഭാര്യയായി വന്നിരിക്കുന്നത്. അത് ഇയാൾക്ക് വല്ലാത്ത ദേഷ്യമുണ്ടായി. അപ്പോൾ അത് പറഞ്ഞിട്ട് പിന്നെ എന്നും കലഹമാണ്. അത് ഈ കൃതികയുടെ വീട്ടുകാരെ വിളിച്ചിട്ടും ഒക്കെ ഇയാൾ അത് പറഞ്ഞിട്ട് കലഹിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം നിൽക്കുന്നു. പിന്നീട് ഇയാളെ വഴിവിട്ട ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഭാര്യ രോഗിയായ ഒരു യുവതി ആയതുകൊണ്ട് ഇയാളുടെ ഒരു സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു യുവതിയല്ല കല്യാണം കഴിച്ചതെന്നുള്ളൊരു ചിന്തയൊക്കെ ഇയാൾക്കുണ്ടാകുന്നു. അങ്ങനെ ഇയാൾ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് കടക്കുന്നു. ഈ വഴിവിട്ട ബന്ധങ്ങളൊക്കെ കൃതിക ചോദ്യം ചെയ്യുന്നു. പക്ഷേ അവർക്ക് പലപ്പോഴും ഈ ഭർത്താവുമായി ഒരുമിച്ച് പോകണം എന്നുള്ളത് കൊണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ, ഭർത്താവുമായി ഒരുമിച്ച് പോകണം എന്നുള്ളത് കൊണ്ട് അവരതൊന്നും വലിയ ഗൗരവത്തിൽ വീട്ടുകാരെ അറിയിക്കുകയോ അല്ലെങ്കിൽ അതൊരു പ്രശ്നമാക്കി വീട്ടിൽ വന്ന് നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഭർത്താവ് കൂടെ വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് അങ്ങനെയല്ല, എങ്ങനെയും ഇവളെ ഒഴിവാക്കണം.